നമസ്കാരം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യവാസ മേഖല ഏതാണ് എന്നുള്ള വിഷയത്തിൽ വർഷങ്ങളായി തന്നെ ഗവേഷകർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തുർക്കിയിലെ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മനുഷ്യവാസ മേഖല ഇതായിരുന്നു എന്നാണ്. തുർക്കിയിലെ മെൻഡിക് ടപ്പെ എന്ന സ്ഥലത്താണ് ഈ പര്യവേഷണം നടന്നത്. ഇവിടെ നിന്ന് കണ്ടെടുത്ത ഈ വസ്തുക്കൾ സൂചിപ്പിക്കുന്നത്, ഇവിടെ കണ്ടെടുത്ത പുരാവസ്തുക്കൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടനിലെ സ്റ്റോൺ ഹെഞ്ചിനും ഏതാണ്ട് 7000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്. ബ്രിട്ടനിലെ സ്റ്റോൺ ഹെഞ്ച് ലോകത്തെ ഏറ്റവും പുരാതനമായ ചരിത്രാവശിഷ്ടങ്ങളിലൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് 7000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംസ്കൃതി ഇവിടെ നിലനിന്നിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ നിന്ന് ലഭിച്ച വാതിലുകളുടെയും അതുപോലെ മറ്റു പല ശിലാരൂപങ്ങളുടെയൊക്കെ തന്നെ അവസ്ഥ കാണിക്കുന്നത് അന്നും കലാപരമായി ആ സമൂഹം അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു എന്ന് തന്നെയാണ്. നിരവധി കൃഷിയിടങ്ങളും അതുപോലെ നെല്ലറകളും മറ്റും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. 13 മുതൽ 16 അടി വരെ ഉയരമുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ഇത് ഭക്ഷ്യ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു, അതല്ലെങ്കിൽ ഒരുപക്ഷെ താമസിക്കാനുള്ള വീടുകളായിരുന്നിരിക്കാം എന്നാണ്. കൂടാതെ നമ്മളേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അന്നത്തെ മനുഷ്യർ കലണ്ടർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് കണ്ടെത്തിയ ശിലകളിൽ തീർത്ത രൂപങ്ങൾ കലണ്ടറിനെ അനുസ്മരിപ്പിക്കുന്നത് കലണ്ടർ തന്നെയാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഇവിടെ നിന്ന് കണ്ടെടുത്ത ഒരു സ്തംഭത്തിൽ ഓരോ ദിവസത്തെയും സൂചിപ്പിക്കാനായി ഒരു വി എന്നുള്ളൊരു ചിഹ്നം കാണുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള 365 രൂപങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇത് ആളുകൾ അന്ന് ഈ ദിവസങ്ങൾ ഏതാണ് എന്നറിയാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന കലണ്ടറാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത്. ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോലും മനുഷ്യർ കലണ്ടർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ വളരെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഉള്ളത് എന്നും ഇവിടെ വ്യാപകമായ തോതിൽ കൃഷി നടത്തിയിരുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ കണ്ടെടുത്ത വസ്തുക്കളൊക്കെ തന്നെ കാർഷിക രംഗത്ത് ഉപയോഗിക്കുന്ന പണിയായുധങ്ങളും മറ്റുമൊക്കെ ധാരാളമായി ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൻ്റെ കുടിയേറ്റം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. യൂറോപ്പിലെ പല മേഖലകളും അന്ന് കൊടും വനങ്ങളായിരുന്നു എന്നും പിന്നീടാണ് അത് മനുഷ്യൻ അവിടേക്ക് കുടിയേറ്റം നടത്തി അവിടെ വാസയോഗ്യമാക്കിയെടുത്ത് കൃഷി ചെയ്ത് അവൻ ജീവിച്ചത് എന്നുമൊക്കെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് കണ്ടെടുത്ത സാധനങ്ങളുടെ കാലം കണക്കാക്കുമ്പോൾ ഏതാണ്ട് 11,500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു നാഗരികത അല്ലെങ്കിൽ ഈ ഒരു വാസ മേഖല ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പിന്നീട് എന്തെങ്കിലും പ്രകൃതി ദുരന്തമോ മറ്റോ സംഭവിച്ചായിരിക്കാം ഇവിടെ വാസയോഗ്യമല്ലാതായി തീർന്നത് എന്ന് വേണം കരുതാൻ. 11,500 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയൊരു സംസ്കൃതി ഇവിടെ നിലവിലിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളായി തന്നെ മാറുകയാണ് ഈ ഒരു ഖനനത്തിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ. അതുപോലെ തന്നെയാണ് ഗ്രീസിൽ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഒരു തലയോട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ തലയോട്ടി കണ്ടെടുത്തത് മുതൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും മുറുകുകയായിരുന്നു. ഈ തലയോട്ടിക്ക് വളരെ വിചിത്രമായ ഒരു ആകൃതിയാണുള്ളത്. ഇത് ഏതാണ്ട് ഒരു കണ്ടെടുത്ത ഭാഗത്തെ തൂണുമായി ചേർന്ന് ഒട്ടിപ്പിടിച്ച നിലയിലായിരുന്നു ഇത് കണ്ടെത്തിയിരുന്നത്. മാത്രമല്ല ഇതിൻ്റെ തലയോട്ടിയുടെ മുകൾ ഭാഗത്തിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ എന്തോ ഒരു വളർച്ചയും കാണാനുണ്ടായിരുന്നു. ഇത് ചുവരിനോട് ചേർന്ന് ഒരുപക്ഷെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് വെള്ളം വീണോ മറ്റോ അവിടെ ഉണ്ടായിരുന്ന ചില രാസവസ്തുക്കൾ അലിഞ്ഞു ചേർന്നാണ് ഈ തലയോട്ടി ഇത്തരത്തിൽ ചേർന്നിരിക്കുന്നത് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. തലയോട്ടിയിൽ വിശദമായ പരിശോധന നടത്തിയ ഗവേഷകർ കണ്ടെത്തിയത് ഇതിൻ്റെ പല്ലുകൾക്ക് തേയ്മാനം വളരെ കുറവാണ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഇത് ഒരു ചെറുപ്പക്കാരൻ്റേതായിരിക്കാം എന്നായിരുന്നു. മാത്രമല്ല ഇതൊരു പുരുഷൻ്റെ തലയോട്ടി തന്നെയാണ് എന്നാണ് അവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഇത് ഏതാണ്ട് 30,000 വർഷത്തോളം പഴക്കമുള്ളതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 11,500 വർഷത്തെക്കാളും മുമ്പ് ജനം ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി ഇത് മാറുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന മനുഷ്യൻ ആദ്യകാലത്ത് വാസസ്ഥലങ്ങൾ കണ്ടെത്തുന്നതും ഉറപ്പിക്കുന്നതൊക്കെ തന്നെ എത്രയോ 10,000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളതാണ്. ഇവിടെ നിന്നെല്ലാം ലഭിക്കുന്ന പുരാവസ്തുക്കളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഈ തലയോട്ടിയുടെ വിചിത്രമായ രൂപവും മറ്റുമാണ് ഇപ്പോൾ പലപ്പോഴും ശാസ്ത്രജ്ഞന്മാരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ തലയോട്ടി തന്നെയാണ് എന്നുള്ള ഉറപ്പാണ്. പക്ഷേ മനുഷ്യരിൽ തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഇപ്പോൾ നിയാൻഡർതൽമാൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സാധാരണ നമ്മൾ നിയാൻഡർതൽമാൻ എന്നൊക്കെ പറയുന്ന മനുഷ്യൻ വിവിധ അവസ്ഥകൾ കടന്നാണ് ഇന്നത്തെ രൂപത്തിലേക്ക് എത്തുന്നത് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അതിന് സാധ്യതയുണ്ട്. കാരണം കൂർത്ത രൂപത്തിലുള്ള ഒരു തലയോട്ടിയാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. 1960 ഈ തലയോട്ടി കണ്ടെടുത്തത് 1960 ഈ തലയോട്ടി കണ്ടെത്തിയത് മുതൽ തന്നെ ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള
ചർച്ചകളും സജീവമാണ്. ഓരോ ശാസ്ത്രജ്ഞന്മാരും ഓരോന്നാണ് പറയുന്നത്. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 22,000 വർഷം പഴക്കമുള്ളതായിരിക്കാമെന്നാണ്. എന്തായാലും 16,000 വർഷം പഴക്കമുള്ളത് തന്നെയാണ് ഈ തലയോട്ടി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഗ്രീസിൽ പണ്ട് കണ്ടെത്തിയ ഈ തലയോട്ടിയും ഇപ്പോൾ തുർക്കിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഈ പുരാതന അവശിഷ്ടങ്ങളുമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ആദ്യകാലം മുതൽ തന്നെ അവൻ കുടിയേറ്റക്കാരനായിരുന്നു. ഓരോ സ്ഥലത്തും ചെന്ന് അവിടെ താമസം ഉറപ്പിച്ച് കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ചിരുന്ന വർഗം തന്നെയാണ് മനുഷ്യനെന്ന്. പക്ഷേ അവൻ്റെ വലിയ തോതിലുള്ള മാറ്റം അവൻ്റെ ശരീരത്തിൽ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ തലയോട്ടിയുടെ ആകൃതി എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് തന്നെ മനുഷ്യൻ കലണ്ടർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് തുർക്കിയിൽ കണ്ടെത്തിയ അവിടുത്തെ ഈ ശില അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന കാര്യം ഇന്നും ഏറെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്.